കെപിസിസി പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല കോഴിക്കോട്ടെ ജനങ്ങളെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറഞ്ഞു. ചേവായൂർ ബാങ്ക് ഡയറക്ടർ ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കൊരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എളമരം കരീം. കെപിസിസി പ്രസിഡന്റ് പറഞ്ഞ ശൂലം ഇപ്പോൾ എവിടെയാണെന്നും എളമരം കരീം ചോദിച്ചു. തങ്ങളെ പുറത്താക്കിയാൽ വകവരുത്തുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ് നേതൃത്വമെന്നും ആ കോൺഗ്രസിന്റെ പിറകിൽ ഭിക്ഷാപാത്രവുമായി ഞങ്ങൾ വരുമെന്ന് കരുതിയോ എന്നും ചേവായൂർ ബാങ്ക് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജി.സി. പ്രശാന്ത് പറഞ്ഞു. സഹകരണ രംഗത്ത് ധീരമായ നിലപാടെടുത്ത ആൾ എന്ന നിലയിലാണ് ജി.സി. പ്രശാന്തിനെയും സംഘത്തെയും പിന്തുണച്ചതെന്ന് എളമരം കരീം പറഞ്ഞു. ബി.ജെ.പിയുടെ സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ബാങ്കാണ് ചേവായൂരിലേത്. തോറ്റു തൊപ്പിയിടുന്ന ആളുകൾ പറയുന്ന ന്യായം വെണ്ടക്ക അക്ഷരത്തിൽ നിരത്തുമ്പോൾ വസ്തുത അന്വേഷിക്കണമെന്നും എളമരം കരീം മാധ്യമങ്ങളോട് പറഞ്ഞു. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സിപിഐഎം അക്രമം നടത്തി എന്നത് വസ്തുതാ വിരുദ്ധമാണ്. അഗ്രിക്കോ എന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 25 ലക്ഷം രൂപ എം കെ രാഘവന്റെ ഇടപെടലിൽ ചേവായൂർ ബാങ്ക് നൽകി. സ്ഥാപനം പയ്യന്നൂരിലാണ്. 1 കോടിയിലധികം രൂപ അടക്കാൻ ബാക്കിയുണ്ട്. ഇത് ചോദിച്ചതിനാണ് എം പി ചേവായൂർ ബാങ്ക് അധികൃതരുമായി പ്രശ്നമുണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പ് ദിനം എം പി ബൂത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തിയതിന്റെ രഹസ്യം ഇതാണെന്നും എളമരം കരീം പറഞ്ഞു. കെപിസിസി പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല കോഴിക്കോട്ടെ ജനതയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തോറ്റു തൊപ്പിയിട്ടിട്ട് കെപിസിസി പ്രസിഡന്റ് ഇപ്പോൾ എവിടെയാണെന്നും അദ്ദേഹം പറഞ്ഞ ശൂലം എവിടെയെന്നും എളമരം കരീം ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കൺവെൻഷൻ നെല്ലിക്കോടിനടുത്ത് ചേർന്നിരുന്നു, ഒരു ഹാളിൽ. അത് ഉദ്ഘാടനം ചെയ്ത് കെപിസിസി പ്രസിഡന്റാണ്. അദ്ദേഹം അവിടെ പ്രസംഗിച്ച് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാ. എന്താ പ്രസംഗിച്ച്? ഈ ബാങ്ക് ഭരണസമിതിക്കെതിരെ, ബാങ്കിന്റെ ഭരണസമിതിക്കെതിരെ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ, പാനലിനെതിരെ വോട്ട് ചെയ്യുന്നവനെ ഈ നാട്ടിൽ താമസിക്കാൻ അനുവദിക്കില്ല. സുധാകരൻ പറയാ, ശൂലം എവിടുന്നാ വരുന്നതെന്ന് കാണാൻ പറ്റില്ല. ഭീഷണി പ്രസംഗം. ആരോടാണ് ഈ ഭീഷണി? കെപിസിസി പ്രസിഡന്റ്, നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുപറക്കുന്നവരല്ല കോഴിക്കോട്ടെ ജനത എന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? ആരെ പേടിപ്പിക്കാനാ നിങ്ങളുടെ ഈ പ്രസംഗം? ഇതിനേക്കാളും വലിയ ഭീഷണിയെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോ എവിടെ കെപിസിസി പ്രസിഡന്റ് ശൂലവുമായിട്ട് വന്നോ തോറ്റു തൊപ്പിയിട്ടതിന് ശേഷം? കോൺഗ്രസിന്റെ വികലമായ ഹർത്താലിനെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ വിമർശിച്ചില്ല എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഭിക്ഷാപാത്രവുമായി പിന്നാലെ വരുമെന്ന് കരുതിയോ എന്ന് കെപിസിസി പ്രസിഡന്റിനോട് ചേവായൂർ ബാങ്ക് ചെയർമാൻ ജി.സി. പ്രശാന്ത് ചോദ്യം ഉന്നയിച്ചു. ഞങ്ങൾ പോയത് ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർക്കൊപ്പമാണെന്നും മുഖ്യമന്ത്രി സഹകരണ മേഖലയെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പാർട്ടി നോക്കിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് ഞങ്ങളെ സഹായിച്ചവരാണ് സിപിഐഎം എന്നും ഇങ്ങോട്ട് സഹായിക്കുന്നവരെ അങ്ങോട്ട് സഹായിക്കുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കെ സുധാകരന് മുൻപ് കോൺഗ്രസ് ആയ ആളുകൾ, അദ്ദേഹത്തിന്റെ അത്ര തന്നെയോ അതിനപ്പുറമോ പ്രായമുള്ള ആളുകൾ, മുൻ ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ കാണാൻ ചെന്നപ്പോ ഈ മുതലക്കുളത്തെ മലബാർ പാലസിൽ വെച്ച് കടന്നു പോകാൻ പറഞ്ഞ കെപിസി പ്രസിഡന്റ് പുറകെ ചെല്ലുമെന്ന് വിചാരിച്ചോ? ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചു. സഹകരണ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലെ ഏറ്റവും അധികം പ്രസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിപിഎമ്മുമായി ഞങ്ങൾ സഹകരിച്ചു. കേന്ദ്ര ഏജൻസികള് സഹകരണ മേഖലയെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ വന്നപ്പോ, ഡിമോണിറ്റൈസേഷൻ കാലമുണ്ടായപ്പോ സഹകരണ മേഖലയിലെ ഒരു ചില്ലി കാശ് പോലും നഷ്ടപ്പെടില്ല, അതിന് സർക്കാർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഒരു സഹകാരി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ധാർമ്മിക കടമയാ ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. സിപിഎമ്മിന്റെ ബാങ്കിന് പിന്തുണ കൊടുക്കുന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഇടതുപക്ഷത്തിന്റെ ബാങ്കുകൾക്ക് പിന്തുണ കൊടുക്കുമെന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഒട്ടാകെ എന്നാണ് പറഞ്ഞത്. അതിനകത്ത് കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, ജനത ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പിന്തുണ കൊടുത്തതിൽ എന്താ തെറ്റ്? ഡിസിസിയുടെ അത്ര മ്ലേച്ഛമായ നടപടി സിപിഐഎം ചെയ്തിട്ടില്ലെന്നും സഹകരണ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പലതും തുറന്നു പറയാത്തതെന്നും ജി.സി. പ്രശാന്ത് തുറന്നടിച്ചു. തുറന്നു പറയാൻ തുടങ്ങിയാൽ
കോൺഗ്രസിന്റെ സഹകരണ സ്ഥാപനങ്ങളുടെ അസ്ഥിവാരം തോണ്ടേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഒരു വായ്പയെടുക്കാൻ പോലും സഹകരണ ബാങ്കിൽ പോകാത്തവരാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡെപ്പോസിറ്റ് പിൻവലിച്ച് ചേവായൂർ ബാങ്കിനെ തകർക്കാമെന്ന് കോൺഗ്രസ് കരുതണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച എം മെഹബൂബ് സൂചിപ്പിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന പല ബാങ്കുകളും ഡെപ്പോസിറ്റ് പിൻവലിക്കപ്പെട്ട് ഊർജ്ജശ്വാസം വലിച്ചപ്പോൾ സംരക്ഷിച്ചവരാണ് CPIM എന്നത് മറക്കരുതെന്നും മെഹബൂബ് പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.